അപ്പോൾ ഇന്ന് നല്ല നേന്ത്രപ്പഴവും മാങ്ങയും പച്ചമാങ്ങയൊക്കെ കൂട്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഇന്ന് മധു ടീച്ചർ നമുക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. സാധാരണ ഏത്തപ്പഴം പഴം കൊണ്ട് ഒരു കറിയും വെച്ച് കണ്ടിട്ടില്ല. ഇതിൽ പഴമുണ്ട്, പച്ചക്കറിയാണ്, മാങ്ങയുണ്ട്, ഫ്രൂട്ട്സും വെജിറ്റബിളും കൂടെയാണ്. യെസ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും. പച്ചടി എന്നുള്ള ഒരു ഭാവത്തിലാണ് ഞാൻ വെക്കാൻ തുടങ്ങുന്നത്. വെച്ച് കഴിയുമ്പോൾ പച്ചടിയാണെങ്കിൽ പച്ചടി എന്ന് പറയാം. ഇത് ആദ്യം പരീക്ഷിക്കുന്നതാണോ അതോ നേരത്തെ പരീക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു പ്രാവശ്യം നോക്കിയതാ, കുഴപ്പമില്ല. അതെ. അപ്പോൾ എന്തായാലും ഒരു സ്പെഷ്യലാണ്. കാരണം നേന്ത്രപ്പഴമാണ്, മറ്റേത് പച്ചമാങ്ങയാണ്. ഇത് തമ്മിൽ എങ്ങനെ കോമ്പിനേഷൻ വരുമെന്നുള്ളതാണ് സംശയം. എന്തായാലും ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇപ്പോൾ എന്താ മനോഭാവം എന്നറിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ ധൈര്യമായിട്ട് നമുക്ക് ഉണ്ടാക്കാം അല്ലേ? അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ടീച്ചർ പറയും. ഇതിപ്പോൾ 2 മാങ്ങ മുറിച്ചതാണ്, പച്ചമാങ്ങ 2 മാങ്ങ മുറിച്ചതാണിത്. ഇതാണെങ്കിൽ 2 ചെറിയ നേന്ത്രപ്പഴം. ഒരു മാങ്ങയ്ക്ക് ഒരു നേന്ത്രപ്പഴം തോതിലെടുത്താൽ മതി. അപ്പോൾ 2 മാങ്ങയ്ക്ക് 2 നേന്ത്രപ്പഴം. നമ്മളെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. അതിലിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടയക്കാം. അപ്പോൾ അത് വെന്ത് സെറ്റായി വരുമ്പോൾ നല്ലൊരു സ്മെല്ലും ഗുണമൊക്കെ കിട്ടും. പിന്നെ അതിലിതാ ഒരു 3 മുളക് ഞാൻ കീറി വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് പോരെങ്കിൽ പിന്നെ വെന്ത് കഴിയുമ്പോൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ ഞാനിതിലേക്ക് ഇടുന്നത് നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ആ പുളിയുള്ള മാങ്ങയുടെ പുളി കുറയ്ക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് പാൽപ്പൊടി ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ 1 സ്പൂൺ ഇട്ടു, ഇത് 2 സ്പൂൺ, ചെറിയ സ്പൂണാണ്. അതിന് 2 സ്പൂണ് 2.25 സ്പൂണോളം പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വേകാൻ ആവശ്യമായ, അധികം വെള്ളം വേണ്ട, നമുക്ക് അതിനാവശ്യമായ കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മൂടി വയ്ക്കാം. സ്റ്റവ് ഓൺ ചെയ്തിട്ട് നമുക്കത് വയ്ക്കാം. 2 വിസിൽ വേണ്ടി വരും. തുറന്ന് നോക്കാം. ഇത് വെന്ത് പാകത്തിനിരിക്കുന്നുണ്ട്. ഇതിലോട്ട് അരച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കും. ഇതിൽ ചെറിയ 1/2 മുറി തേങ്ങയുണ്ട്, പച്ചക്കടുക് ഇട്ടിട്ടുണ്ട്, കുറച്ച് നല്ല ജീരകം, കുറച്ച് പറഞ്ഞാൽ 2 നുള്ള് നല്ല ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് പച്ചമുളക്, ഒരു 3 പച്ചമുളകും ഇതിലരച്ച് ചേർത്തിട്ടുണ്ട്. തേങ്ങയും നല്ല ജീരകവും പച്ചക്കടുകും അതുപോലെ പച്ചമുളക്, ഇത്രയാണ് ഇതിൽ അരച്ച് ചേർത്തിട്ടുള്ളത്. തേങ്ങ കൂടുതൽ നിൽക്കരുത്, അപ്പോൾ നമുക്ക് നേന്ത്രപ്പഴത്തിൻ്റെ മാങ്ങയുടെ ഒരിത് മൂടിപ്പോകും. നമുക്കൊന്ന് ചെറിയ തീയിൽ ഇതൊന്ന് ചൂടാക്കാം. ചൂടായിക്കോട്ടെ, ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും. നേന്ത്രപ്പഴമല്ലേ. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. എരിവ് പോരാന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടണം. അതൊക്കെ അവരവരുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് എന്തും ചെയ്യും. കടുക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുള്ളൂ. അതിൽ കൂടരുത്, അത് കുത്തിപ്പോവും, കുത്തുന്ന ചുവ വരും. തിള കയറിയിട്ടുണ്ട്, വറവിടാം.
കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിൽ കുറച്ച് കടുക്, ചെറിയ സ്പൂണിനൊരു സ്പൂണുണ്ടാകും. കടുക് പൊട്ടുന്നുണ്ട്. നമുക്കതിലേക്ക് ഒരു 3 വറ്റൽമുളക് മുറിച്ചങ്ങോട്ട് ചേർക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. കുറച്ച് കറിവേപ്പിലയും ഇടാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇളക്കി നമുക്ക് ഇതിലോട്ടിടാം. നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടീച്ചറെ നമ്മുടെ ഏത്തപ്പഴം മാങ്ങ റെഡി അല്ലേ? പച്ചടി റെഡി. പച്ചടി പച്ചടിന്ന് പേരിട്ടു. പച്ചടി ഇത് പേരിട്ടു. പച്ചടി തന്നെയായിട്ടുണ്ട്. ഓക്കെ. കാഴ്ചയ്ക്കും പച്ചടി പോലെ തന്നെയാണ് അല്ലേ? ഇത് ശരിക്കും നേന്ത്രപ്പഴം മാങ്ങ അല്ല, നേന്ത്രപ്പഴം പച്ചമാങ്ങ പച്ചടി തന്നെ. എന്തായാലും ടീച്ചറിൻ്റെ പരീക്ഷണം കറക്റ്റായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ട്. ആ പേരും അതിന് യോജിക്കും. അപ്പം ടീച്ചർ പരീക്ഷിച്ച് കണ്ടുപിടിച്ച നമ്മുടെ നേന്ത്രപ്പഴം പച്ചമാങ്ങ പച്ചടി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതിനെന്തായാലും മറുപടി കൊടുക്കണം. പിന്നെ ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് അതെ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ടീച്ചർ സ്വന്തം കണ്ടുപിടിച്ചതെന്നാണ് പറഞ്ഞത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പറായിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും വെച്ച് നോക്കാം അല്ലേ? പിന്നെ വെച്ച് നോക്കണം. വലിയ ചിലവൊന്നുമില്ല. അതെ, ഇപ്പം മാങ്ങാ സീസണാണ്. അതെ. എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസ് ഇടണം. അങ്ങനെ ഞങ്ങളെ ഒന്ന് പ്രചോദനം തന്ന് സഹായിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അല്ലേ? ഓക്കെ. എല്ലാവർക്കും